നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തമിഴ്നാട് സൈൽ നൈനാമല ചന്തയിലെ വീഡിയോ ആണ്. അപ്പോൾ അതുപോലെ നമ്മൾ ഈ ആഴ്ച എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഹരിപ്പാടുന്ന് സബ്സ്ക്രൈബറുണ്ട്. അപ്പോൾ അവർക്ക് പോത്തുകുട്ടികളെ എടുക്കാനാണ് വന്നത്. അവർക്കൊരു 10-25 പോത്തുകുട്ടികളെ വേണമെന്ന് പറഞ്ഞ് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചന്തയിൽ എത്തിയിരിക്കുകയാണ്. പോത്തുകുട്ടികൾ കണ്ടമാനം വന്നിട്ടുണ്ട്. ഈ നിൽക്കുന്ന ലാട്ട് 25,000 രൂപ മേനുവലാണ് ചോദിക്കുന്നത്. 25-23 ആ റേഞ്ചിലാണ് ചോദിക്കുന്നത്. 20 കുട്ടിയുണ്ട് ഈ ലാട്ടിൽ, 20 കുട്ടികളുണ്ട്. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്ക് പേജും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മൾ വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടെ അടുത്ത ഒരു ലാട്ടൂടെ നിൽപ്പുണ്ട്. ഇന്ന് കുട്ടികളുണ്ട്, പക്ഷെ വിലയുണ്ട്. എടുക്കാനായിട്ട് ആൾ കുറവുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അവർ അന്തം വിട്ട വിലയാണ് ചോദിക്കുന്നത് ഓരോന്നിനും. ഇത് കുട്ടികളെല്ലാം നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ചൊവ്വാഴ്ചയും പുലർച്ചെ 4 മണിക്ക് ഇവിടെ ചന്ത തുടങ്ങും. കുട്ടികൾ കണ്ടമാനം വന്നിട്ടുണ്ട് ഇന്ന്. പക്ഷെ അവർ പറയുന്ന വിലയ്ക്ക് നമുക്ക് മുതലാവുമെന്ന് തോന്നുന്നില്ല. കുട്ടികളുടെ ചാകരയാണെന്നാണെങ്കിൽ പറയുന്നത്. നല്ല കുട്ടികളുണ്ട്, നല്ല കൊമ്പും തലയൊക്കെ വൃത്തിയുള്ള നല്ല കുട്ടികൾ ഇപ്പോൾ ഉണ്ട്. നമ്മൾ കറങ്ങി ഇങ്ങനെ ചോദിക്കുകയാണ്. നമ്മളൊരു 12 രൂപ 10 രൂപ റേഞ്ചിലൊക്കെ മേനുവില വെച്ച് ചോദിച്ചിട്ടുണ്ട് 20 കുട്ടികളെ ഈ ഒരു ലാട്ടിൽ. വലുതും ചെറുതും എല്ലാം കൂടെ അവർ ഒരുമിച്ചാണ് കെട്ടിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ചോദിക്കട്ടെ. ഇപ്പോഴും നമ്മൾ ആ ലാട്ടിൽ നിന്ന് 20 കുട്ടികളെ 19 കുട്ടികളെ എടുത്ത് അതിൻ്റെ ബാക്കിയാണ് ഇതായി നിൽക്കുന്നത്. ഇന്ന് പോത്തുകുട്ടി എടുക്കാൻ ആൾ ഇല്ല. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയും കുട്ടികൾ ഇനി നിൽക്കുന്നത്. പുതിയ പോത്ത് കച്ചവടക്കാർ ഇന്ന് ഈ ചന്തയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് കഴിഞ്ഞ ആഴ്ച പിടിയും പണക്കമൊക്കെ ആയിരുന്നു. പക്ഷേ ഈ ആഴ്ച പോത്ത് കുട്ടിയെടുക്കാൻ ആളില്ല. എന്നാലും ഇവരുടെ വില കാരണം ആരും വാങ്ങാതെ ഇങ്ങനെ മാറി മാറി നിൽക്കുകയാണ്. ഇഷ്ടംപോലെ കുട്ടികൾ ഇന്ന് ചന്തയിൽ വന്നിട്ടുണ്ട്. 19 കുട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ചെങ്ങന്നൂരുള്ള ഒരു സബ്സ്ക്രൈബറിന് വേണ്ടി ഞാൻ ഒരു കുട്ടി എടുത്തിട്ടുണ്ട്. അതിനൊക്കെ നമ്മൾ കാണിച്ചു തരാം. പിന്നെ ആലുവയിൽ പെരുമ്പാവൂരുള്ള ഒരു സബ്സ്ക്രൈബറിന് ഒരു കുട്ടിയെ എടുത്തിട്ടുണ്ട്. അതെല്ലാം നമ്മൾ വണ്ടിക്കാരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിനുശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇനിയും കുട്ടികൾ കണ്ടമാനം നിൽപ്പുണ്ട്, പക്ഷെ വിറ്റ് പോകുന്നില്ല. ഒരമ്മാതിരി വിലയാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങേ അറ്റത്തൊക്കെ വലിയ മാടുകളൊക്കെ ആ ഭാഗത്ത് നിൽപ്പുണ്ട്. നമ്മൾ വണ്ടിക്കാരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ ഒരു കുട്ടി നമ്മൾ പെരുമ്പാവൂരുള്ള സബ്സ്ക്രൈബറിന് വേണ്ടി വാങ്ങിയതാണ്. 14 രൂപ കൊടുത്തിരിക്കുകയാണ് ഈ കുട്ടിക്ക്. 14. ഇനി അതിന് പെയിൻ്റൊക്കെ അടിക്കണം, കളർ അടിക്കണം. ഒരു അടയാളം വെച്ചിട്ട് അതിൻ്റെ വീഡിയോ വിട്ടുകൊടുക്കണം. ഇന്ന് രാത്രി ഒരു 11 മണിയോടുകൂടി എത്തുമെന്നാണ് പറഞ്ഞത്. അടയാളം വെച്ചിട്ടുണ്ട്. കുട്ടി ആവശ്യം പോലെ ഉണ്ടെങ്കിലും നല്ല വില അവർ ചോദിക്കുന്നുണ്ട്. അതാണ് വിഷയം. വീണ്ടും നമ്മൾ ചന്തയിൽ അടുത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോഴും കുട്ടികൾ കണ്ടമാനം ചന്തയിൽ നിൽപ്പുണ്ട്. ഇന്ന് എടുക്കാൻ ആളില്ലെന്ന് തോന്നുന്നു. കഴിഞ്ഞ ആഴ്ചയൊക്കെ ഇഷ്ടംപോലെ കുട്ടികൾ വന്ന് അതേ നേരം വെളുക്കുന്നുമ്പേ കുട്ടികളെല്ലാം വിറ്റ് പോയായിരുന്നു. ഇനി ഒരു 2-3 കുട്ടികളെ കൂടെ നമ്മൾ നോക്കാമെന്ന് വിചാരിച്ചു. ലാട്ട് പിരിച്ചെടുക്കുമ്പോൾ അവർ അന്തം വിട്ട വിലയാണ് പറയുന്നത്. ലാട്ടോടുകൂടി എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. കുറച്ച് തമിഴ്നാട് കുട്ടികൾ എന്തായി ഭാഗത്ത് നിൽപ്പുണ്ട്. തമിഴ്നാട് കുട്ടികൾ, നമ്മളെ മലയാളിയുടെ രീതിയിൽ പറഞ്ഞാൽ പാണ്ടി കുട്ടികൾ എന്ന് പറയും. ഇതായി നിൽക്കുന്നതല്ല. അവർ നാടൻ പോത്തെന്നാണ് ഇവിടെ പറയുന്നത് തമിഴ്നാട്ടുകാർ. പാണ്ടിക്കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ അവർ ചീത്ത വിളിക്കും. ചെറിയ കുട്ടികളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. തീരെ തെറ്റില്ലാത്ത ചെറിയ കുട്ടികളൊക്കെ നിൽപ്പുണ്ട്. ചന്തയ്ക്കകത്തോട്ട് പോയൊന്ന് കറങ്ങി നോക്കാം എന്താണ് അവസ്ഥയെന്ന്. ഒരു വെള്ളപ്പോത്തും കുട്ടി ഇവിടെ നിൽപ്പുണ്ട്. ഒരു ചെറിയ കുട്ടി ഇവിടെ നിൽപ്പുണ്ട്. നമ്മൾ നോക്കാം. പശുക്കുട്ടിയെ മോരിക്കുട്ടിയൊക്കെ ഉണ്ടാകുന്ന നോക്കാം. നേരം വെളുത്ത് ഇനിയിപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് വലുതായിട്ടൊന്നും കാണാൻ പറ്റില്ല. നമ്മളൊരു കാങ്കയത്തിൻ്റെ ഒരു ഗീറിൻ്റെ കുട്ടിക്ക് ഓർഡർ ഉണ്ട്. അപ്പം സബ്സ്ക്രൈബർ 2-3 പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മളൊന്ന് കറങ്ങി നോക്കാമെന്ന് വിചാരിച്ചു. അത് രാവിലെ വന്നിട്ട് കിട്ടിയില്ലായിരുന്നു. ഉള്ളതിനാണ് ഒടുക്കത്തെ വിലയും അവർ പറയുന്നുണ്ട്. ചെറിയ കുട്ടികൾക്കൊക്കെ 21-24 രൂപയ്ക്കാണ് കാങ്കയത്തിൻ്റെ കുട്ടിക്ക് ചോദിക്കുന്നത് തന്നെ. മൂരികൾ ഇവിടെ നിൽപ്പുണ്ട്. മൂരി കുട്ടികൾ
മഴ നനഞ്ഞ് ജലദോഷമൊക്കെ പിടിച്ച് ഇവിടെ ആണെങ്കിൽ അന്തം വിട്ട ചൂട്. തമിഴ്നാട്ടിൽ മഴയില്ല. ചെറിയ പൈക്കുട്ടികൾ, നല്ല മേനിയഴകുള്ള പൈക്കുട്ടികളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. 8,500 ആ ചെറിയ കുട്ടിക്ക് ചോദിക്കുന്നത്. 8,500. ഇപ്പോൾ അത് കുറേ കുട്ടികളെ വാങ്ങി കെട്ടിയിരിക്കുകയാണ്. വില കൂടുതലായാലും ഇവിടെ കച്ചവടം നടക്കുന്നുണ്ട്. അതെന്തൊരു ഗുഡൻസാണെന്ന് അറിയില്ല. നമ്മൾ വന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ലോകത്തില്ലാത്ത വില പറയുന്ന ഈ അമ്മച്ചി 2 പൈക്കുട്ടിയെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് 32 രൂപയാണ് അതിന് ചോദിക്കുന്നത്. അതെങ്ങനെയാണ് അതിൻ്റെ ഒരു ഗുഡൻസ് എന്നറിയാൻ വയ്യ. എന്നാൽ കണ്ടമാനം കന്നാലികൾ വിറ്റ് പോകുന്നുണ്ട്. ഇവിടെ നല്ല വളർത്താൻ പറ്റിയ പൈക്കുട്ടികളാണ് നിൽക്കുന്നത്. 16 രൂപ 13 രൂപ ആ റേഞ്ചിലൊക്കെ ചോദിക്കുന്ന കുട്ടികളുണ്ട്. 10,500 ചോദിക്കുന്ന കുട്ടികളും ഇവരെ കയ്യിൽ നിൽപ്പുണ്ട്. ചെറിയ കുട്ടികൾ 10,500 ചോദിക്കുന്നത്. അവരുടെ ചോദ്യമാണ്. നമുക്ക് വില പറയാം, ചന്തയിൽ മുതലാവുന്ന വില പറയാം. പൈക്കുട്ടിക്കൊന്നും നമുക്ക് ഓർഡർ വന്നിട്ടില്ല. നല്ല കറവ പശുക്കൾ നിൽപ്പുണ്ട്. ഇടക്കറവ പശുക്കളാണ്. തള്ളയും കുട്ടികളും ഉള്ളതുകൊണ്ട് കുട്ടിയില്ലാത്ത പശുക്കളും ഉണ്ട്. 45-50 തന്നെയാണ് ഓരോന്നിന് ചോദിക്കുന്നത്. 55,000 രൂപ ചോദിച്ച ഒരു പശുവാണ് നമ്മൾ ആദ്യം കണ്ട ഒരു പശു. കറവയുള്ള പശുക്കളൊക്കെ ഒരുപാട്. നല്ലൊരു നൂരിക്കുട്ടനെ ഇത് കച്ചവടം കഴിഞ്ഞാണ്. എല്ലാം കച്ചവടം കഴിഞ്ഞ കന്നുകാലികളാണ്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല ഇവിടുത്തെ നാടൻ പശുക്കളാണ്. ജല്ലിക്കെട്ട് സൈസ് കാളയൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് ഈ ആഴ്ചയിൽ. നല്ല ചെറിയൊരു കുട്ടിയാണ്. അതിനെ അവർ 16 രൂപ ചോദിച്ചിട്ടുണ്ട്. 16,000 രൂപയൊക്കെ ചോദിക്കുന്നുണ്ട് അവരുടെ. അതിനൊക്കെ അവർ 16,000 ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിനൊക്കെയാണ് ഒരു 7 രൂപ 8 രൂപയിലൊക്കെ തുടങ്ങി ഒരു 10 രൂപയ്ക്ക് അകത്തൊക്കെ കിട്ടുമെങ്കിലേ അത് ഉപയോഗമുള്ളൂ. വണ്ടിക്കൂലി എല്ലായിടമൊക്കെ നോക്കുമ്പോൾ നഷ്ടമാണ്. എന്നാലും വളർത്തുകാർക്ക് കുഴപ്പമില്ല. കച്ചവടക്കാർക്ക് ആ വിലയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൈ കടിക്കും. കന്നുകാലികൾ ഒരുപാട് വന്ന് അതെല്ലാം കച്ചവടം ആവുന്നുണ്ട്. വിലയൊന്നും നോക്കുന്നില്ലെന്ന് തോന്നുന്നു കേരളത്തിൽ നിന്ന് വരുന്നവർ. അവർക്ക് ഡെയിലി സെയില് നടക്കണം എന്നുള്ളതാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു നൂരി കച്ചവടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 25 രൂപയാണ് ചോദിച്ചത്. 25 രൂപയാണ് ചോദിച്ചത്. അവർ 14 രൂപ 15 രൂപയൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. ഏകദേശം അവർ കയറ് പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. കച്ചവടം നടക്കും. 17 രൂപ 17,500 തോന്നുന്നു അതിൻ്റെ വില. 17,500 കയറഴിക്കാൻ വേണ്ടി, ഒരു സൈഡ് കയറഴിക്കാൻ വേണ്ടി. ഓക്കെ, അത് കച്ചവടം. 17,500 അതിന് കൊടുത്ത വില. 17,500. അവിടെ ഒരു സൂപ്പർ ഒരു മൂരി നിൽപ്പുണ്ട്. 65 രൂപയാണ് ചോദിക്കുന്നത്. 65,000 രൂപയാണ് ഇതിൻ്റെ ചോദ്യം. നല്ല സൈസ് ഒരു സാധനം തന്നെയാണ്. 65 രൂപയാണ് ചോദിക്കുന്നത്. പുള്ളി വീഡിയോ നല്ല രീതിക്ക് എടുക്കാനൊക്കെ പറയുന്നുണ്ട്. ചെറിയ മൂരികളൊക്കെ ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. കച്ചവടം ഏകദേശമൊക്കെ കഴിഞ്ഞ് 7 മണി കഴിഞ്ഞ്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഫേസ്ബുക്കിൽ ലൈവ് ഇടാൻ. 65 രൂപ ചോദ്യമേ ഉള്ളു. ഒരു 50-55 രൂപയ്ക്കകത്തൊക്കെ കിട്ടിയാൽ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. വലിയ മാടുകളെന്നൊക്കെ പറയുമ്പോൾ വെട്ടുകാർ വന്നാൽ അത് മീറ്റ് മതിച്ചെടുത്താലേ ഉള്ളൂ. നമ്മൾ മതിച്ചാൽ അത് കറക്റ്റ് ആവണമെന്നില്ല. ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല. അതാണ് അതിൻ്റെ ഒരു രീതി. വണ്ടിക്കാള നിൽപ്പുണ്ട്. ഇവിടെ വണ്ടി കെട്ടി വലിച്ചുകൊണ്ട് പോണ കാളയാണ്. ആ വെള്ള കൊമ്പുള്ളത് ഒക്കെ ഉള്ളതിലും കണ്ടിട്ടുണ്ട്. ഇവിടെ ഡബിൾ കയറിലിട്ടൊരു കില്ലാടി ഇവിടെ നിൽപ്പുണ്ട്. പശുക്കളൊക്കെ ഇനി ഒരുപാട് കച്ചവടത്തിനായിട്ട് നിൽപ്പുണ്ട്. ഒരു 8 മണി കഴിയുമ്പോൾ ചന്തയിൽ ഏകദേശം കഴിയും. 8-9 മണിയാകുമ്പോൾ കാലിയാവും. ഇപ്പം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ വിട്ടുവീഴ്ചയിൽ കച്ചവടം നടക്കാതെ നിൽക്കുന്ന കന്നുകാലികൾ ചന്തയിലുള്ളു. ഒരുവിധമുള്ളതെല്ലാം നേരത്തെ കുട്ടിയൊക്കെ കച്ചവടമായി പോയിട്ടുണ്ട്.
ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിൽ കച്ചവടം നടക്കാൻ നിൽക്കുന്നതിനുള്ള ഇന്ന് ചന്തയിൽ. എന്നാലും നമ്മളെ കുട്ടികളെല്ലാം എടുത്ത് വണ്ടിക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരെന്നെ കൊണ്ടുവരും. നമ്മളെ ജോലി കഴിഞ്ഞ് ഇന്നത്തെ വലിയ എരുമയൊക്കെ ഇനിയും ഒരു 5-6 കൂടെ നിൽപ്പുണ്ട്. ഇന്ന് വലിയ എരുമ കുറവായിരുന്നു. ഒരു ഇടക്കറ പശുവാണ് നിൽക്കുന്നത്. 47,000 രൂപ ചോദിക്കുന്നുണ്ട്. 47. വലിയ എരുമ ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. ഒരു കുട്ടിയും പശുവൊക്കെ വാങ്ങിയതായി ഇവിടെ കെട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കണക്ക് തന്നെ വില കൂടുതലാണെങ്കിലും കച്ചവടം നടക്കുന്നുണ്ട്. ഇതെല്ലാം കച്ചവടം കഴിഞ്ഞ മാടുകളാണ് ആ ഭാഗത്ത് നിൽക്കുന്നതായി ഇവിടെ നിൽക്കുന്നതെല്ലാം. വില കൂടുതൽ തന്നെയാണ്, പക്ഷേ കച്ചവടം നടക്കുന്നുണ്ട്. പോത്തുകുട്ടികളായി ഇനിയും നിൽപ്പുണ്ട് കച്ചവടത്തിനായിട്ട്. ഒരുപാട് പോത്തും കുട്ടികൾ നിൽപ്പുണ്ട് ഇനി കച്ചവടത്തിന്. 13 രൂപ ഈ പോത്തുംകുട്ടിക്ക് ലാസ്റ്റ് വേണമെന്ന് പറയുന്നത്. 18 രൂപ വെച്ചാൽ ഇത് രാവിലെ നമ്മൾ വില ചോദിച്ച പോത്തുകുട്ടികളാണ്. 10-16 ഈ ഒരു ലാട്ടിലുണ്ട്. ഒരു 25 രൂപ ചോദിച്ച് നമ്മൾ 15 രൂപ ആ മിനി റേറ്റിലൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ അവർ 20 രൂപ താത്തി കൊടുക്കൂലെന്ന് പറഞ്ഞ് അതിപ്പോഴും അവിടെ തന്നെ നിൽപ്പാണ്. ഇത് ഒരു 13 രൂപയ്ക്ക് കൊടുക്കാമെന്ന് പറയുന്നുണ്ട് ഈ ഒരു കുട്ടിയെ. പക്ഷെ വയറ് തൂങ്ങിയ കുട്ടിയാണ്. ഇരയൊക്കെ മരുന്ന് കൊടുത്താൽ ചിലപ്പോൾ റെഡി ആവുമായിരിക്കും. പക്ഷെ വയറ് കണ്ടമാനം തൂങ്ങിപ്പോയി. കുട്ടി കൊള്ളായിരുന്നു, നല്ല ആയുള്ള കുട്ടിയായിരുന്നു. വയറ് തൂങ്ങിയ കുട്ടിയായതുകൊണ്ട് ആരും എടുത്തില്ലെന്ന് തോന്നുന്നു. ഇന്ന് പോത്തുകുട്ടി എടുക്കാൻ ചന്തയിൽ അങ്ങനെ അധികം ആരും വന്നിട്ടില്ല, അതുകൊണ്ടാണ് തോന്നുന്നു. കഴിഞ്ഞ ആഴ്ചയൊക്കെ പിടിയും പണക്കമൊക്കെ ആയിരുന്നു. ഒരു വലിയ പോത്തിനെ ഇപ്പോൾ എവിടെ നിന്നോ വന്ന് കൊണ്ടുപോയിരിക്കുകയാണ്. പോത്തുകുട്ടികൾ ഇനിയും കണ്ടമാനം ചന്തയിൽ നിൽപ്പുണ്ട്. നോക്കാം. എന്നാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നല്ല നല്ല കുട്ടികളൊക്കെ സെലക്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഓരോരുത്തർ. കൊമ്പൊക്കെ ചെറിയ കൊമ്പുള്ള കുട്ടികളൊക്കെ സെലക്ട് ചെയ്ത് വാങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ആഴ്ചത്തിൽ ചന്തയിലെ വീഡിയോ ഇതാണ്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക. അടുത്തൊരു വീഡിയോ